കേരളത്തിന് ഒരു എയിംസ് എന്ന ആവശ്യം ഉയർന്നിട്ട് കാലം കുറേയായെങ്കിലും നാളിതുവരെ പദ്ധതി മലയാള മണ്ണിലേക്ക് എത്തുന്നതിന്റെ സൂചനകളൊന്നുമില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കോഴിക്കോട് MP MK രാഘവനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ എയിംസ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. എന്നാൽ വിവാദങ്ങൾ മലബാറിന്റെ എയിംസ് സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. കോഴിക്കോട് കിനാലൂരിലാണ് സംസ്ഥാന സർക്കാർ എയിംസിനായി ഭൂമി കണ്ടെത്തിയിട്ടുള്ളത്. KSIDCയുടെ പക്കലുണ്ടായിരുന്ന 150 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൈമാറിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള 100 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇടുത്തി പോലെ എയിംസ് വിവാദം ചൂടുപിടിക്കുന്നത്. കേരളത്തിന് എയിംസ് അനുവദിച്ചാൽ അത് കിനാലൂരിൽ എന്നതായിരുന്നു ഇതുവരെയുള്ള പ്രതീക്ഷ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. പാലക്കാടും തൃശ്ശൂരും കൊല്ലവും ഒക്കെ ചർച്ചകളിൽ നിറയുന്നു. അതിനാധാരം ഈ പ്രതികരണങ്ങളാണ്. കേരളത്തിലെ ഗവൺമെൻറ് പൊതുവായിട്ടുള്ള തീരുമാനം എയിംസ് കോഴിക്കോട് കിനാലൂരിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. സുരേഷ് ഗോപി എന്തർത്ഥത്തിൽ പറഞ്ഞു എനിക്കറിയില്ല. എവിടെയാണ് ഭൂമി? ആദ്യം ഭൂമി കണ്ടേ, മേലെയും സ്ഥാപിക്കാൻ കഴിയില്ലല്ലോ, താഴ്ത്തണ ചെയ്യണ്ടേ, ഭൂമി കണ്ടേ, ആ ഭൂമി എവിടെയാണ്? അതുകൂടി സുരേഷ് ഗോപി പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത്. മധ്യ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളാണ് ആരോഗ്യ മേഖലയിൽ പിന്നിൽ. നിപ്പ ഉൾപ്പെടെയുള്ള രോഗബാധകൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും എൻഡോസൾഫാൻ ബാധിതരുടെ അവസ്ഥയുമാണ് മലബാറിൽ എയിംസിന് പ്രഥമ പരിഗണന നൽകാൻ കാരണം. അത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നിരവധി തവണ ആവർത്തിക്കുകയും ചെയ്തതാണ്. കിനാലൂരിൽ സ്ഥലം കണ്ടെത്തിയ വിവരം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. പുരോഗതി പരിശോധിക്കാൻ കേന്ദ്ര സംഘം എത്താനിരിക്കെയാണ് വിവാദം പുകയുന്നത്. സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വിവാദങ്ങളിൽ നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വരണമെന്നാണ് ഇവിടെയുള്ള എല്ലാവർക്കും ആഗ്രഹം. സ്ഥലവും കാര്യങ്ങളൊക്കെ എത്രയോ ഇവിടെ വിൽക്കാണ്ടൊക്കെ നിൽക്കുക, പ്രശ്നം കൊണ്ട് സ്റ്റേ ആയി നിൽക്കുക. വില്ലേജ് സമ്മതിക്കുന്നില്ല, വീട് വെക്കാൻ സമ്മതിക്കുന്നില്ല, പെർമിറ്റ് കൊടുക്കുന്നില്ല, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. കഷ്ടപ്പാടാക്കി വന്നില്ലെങ്കിൽ അല്ലേ സർക്കാർ ശാശ്വതമായ പരിഹാരം കാണണം. ഇത് ഒഴിവാക്കുക വെച്ചാൽ ജനങ്ങളോടുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ പറയണോ. എയിംസ് നേടിയെടുക്കാൻ കേരളം ഒറ്റക്കെട്ടായി സംസാരിക്കും. പക്ഷേ അനുവദിച്ചാൽ എവിടെ സ്ഥാപിക്കുമെന്നതിലാണ് നിലവിലെ ഭിന്നാഭിപ്രായം. MK രാഘവന്റെ പിടിവാശിക്ക് പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശമെന്നാണ് BJP ആരോപിക്കുന്നത്. എന്നാൽ എയിംസ് തൃശ്ശൂരിലേക്കോ പാലക്കാട്ടേക്കോ കൊണ്ടുപോകാനുള്ള BJPയുടെ നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് UDFും LDFും മറുപടി നൽകുന്നു. എയിംസ് അനുവദിച്ചാൽ അത് കിനാലൂരിൽ സ്ഥാപിക്കാനുള്ള തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുകയാണ്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പാലക്കാടും തൃശ്ശൂരും കൊല്ലവും ഒക്കെ എയിംസ് ചർച്ചകളിൽ നിറയുന്നുണ്ട്. എന്നാൽ മലബാറിൽ എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കോഴിക്കോട് തന്നെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോഴത്തെ പ്രതീക്ഷയിൽ അത് പോകുന്നതാണ് ഇപ്പം കേൾക്കുന്നത്. ഇപ്പം ഇവിടെ വരണം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ താല്പര്യം. വന്നാൽ നല്ലതാണ്. പിന്നെ നമ്മളെ ഒന്നും പറയാൻ പറ്റിയല്ലോ, ഓരെല്ലാം തീരുമാനിക്കണ്ടേ. ഇവിടെ വന്നാൽ നല്ലതാണ്. എയിംസ് ഒന്നും ഒരിക്കലും കിനാലിൽ വരില്ല. എന്താ വെച്ചാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ സംഭവമല്ലേ. അത് അവിടെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചോണ്ട് സുരേഷ് ഗോപിൻ്റെ സംഭവമാണത്. പുള്ളി മാത്രമേ ചെയ്യൂ. ഇവിടെയുള്ള CPMൻ്റെ സംഭവമാണെന്നും പറഞ്ഞ് കാര്യമില്ല. ഒന്നാമത് ഇവിടെ സ്ഥലമായി ആൾക്കാരെ പറ്റിച്ചു, അത്രയേ ഉള്ളൂ. അത് കുറേ ആൾക്കാരെ പറ്റിച്ചു. കുറേ ആൾക്കാർക്ക് ലോൺ എടുക്കാൻ പറ്റില്ല, സ്ഥലം വെക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആക്കി. കിനാലൂർ ആഗ്രഹിക്കുക പറഞ്ഞാൽ കുറേ 10-200 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നൊരു വിഷയം വരും. ഒലിപ്പം ബുദ്ധിമുട്ടിലാണ്. പിന്നെ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ വേറെ ഉണ്ട്. സർക്കാർ എന്നത് തീരുമാനിച്ചോട്ടെ.